ഇവിടുന്ന് അങ്ങോട്ട് വനമാണ് കേട്ടോ. വനത്തിന്റെ പാതയാണ്. സ്റ്റെപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ വനമാണ്. മൃഗങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ഊഹവും ഇല്ലാതെയാണ് ഞാൻ ഈ വനത്തിലോട്ട് പോകുന്നത്. നിങ്ങളെ നല്ലൊരു വ്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങോട്ട് ഭയങ്കര രസമാണ്. തമിഴ്നാടിന്റെ ഗ്രാമീണ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് മക്കളെ. കണ്ടോളൂ, എല്ലാം നല്ല അതിസുന്ദരം. പക്ഷെ ഞാനിപ്പം നിൽക്കുന്നത് മലയുടെ മുകളിലോട്ട് പോവാണ്. വനത്തിലാണ്, വനത്തിൽ. ഈ യാത്രയിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്നത് നല്ല കിളികളുണ്ട്, ധാരാളം പക്ഷികളുണ്ട് ഈ കാട്ടില്, ഈ വനത്തില്. അതുപോലെ തന്നെ ഈ മലമുകളിൽ നിൽക്കുമ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ സമയത്ത് ഭയങ്കര കാറ്റാണ്. നല്ല കുളിർ കോരുന്ന കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് കണ്ടോ ആ സൂത്രം? ഇതാ ഇലകളൊന്നും ഇല്ലാത്ത ഒരു മരം. പച്ച മരമാണ്, പക്ഷെ ഇലകളൊന്നുമില്ല. ഉള്ളി പക്ഷികൾ മാത്രമുള്ള ഒരു മനോഹരമായ മരം. പാലപ്പൂവിന്റെ ഗന്ധം മാത്രമുള്ള ഒരു സ്ഥലം. ഇതാ ഇവിടെ എല്ലാം പാലച്ചെടികളാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, പാലപ്പൂ നല്ലതായിട്ട് തിരിഞ്ഞു നിൽക്കുന്നു. എന്നാ മണം, പാലപ്പൂവിന്റെ മണം. അതുപോലെ തന്നെ പാലച്ചെടിയുടെ കായാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുകൊള്ളൂ. ഇതാണ് പാലപ്പൂവിന്റെ കാ. ഒന്നാമലയും രണ്ടാമലയും കടന്ന് നമ്മൾ വലിയ മലയുടെ മുകളിൽ എത്താൻ പോവുകയാണ്. അവിടെ പോയിട്ട് മുരുകന്റെ അമ്പലം നിങ്ങളെ കാണിക്കാം. നമ്മള് കാരിസാത്താൻ ടെമ്പിളില് എത്തി ഗൈസ്. ഏറ്റവും മലയുടെ ഏറ്റവും മുകളില് ടോപ്പിൽ നമ്മളെത്തി. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ മലമുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര കോടയാണ് കേട്ടോ. ഒന്നും കാണാൻ പറ്റത്തില്ല. മലകളെല്ലാം കോടകൾ കൊണ്ട് മറഞ്ഞു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ അവരുടെ കൃഷിയിടങ്ങളാണ്. ഓരോന്നും നല്ല സ്ക്വയറായിട്ട്, വ്യക്തമായിട്ട് സ്ക്വയർ തിരിച്ചിരിക്കുന്നത് നമുക്ക് നല്ലപോലെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അസ്തമയ സൂര്യനും താഴ്വാരവും അതുപോലെ കോടയും കൂടെ ചേർന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് ഗൈസ്. കാരിസാത്താൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു ദൈവമാണ്. കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ ഒരു ക്ഷേത്രമാണിത്. മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നെ ശിവന്റെ ഉപദൈവങ്ങളും ഇവിടെയുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പൂജയും വഴിപാടും നടത്തി സാധിക്കാവുന്നതാണ്. പിന്നെ ഈ പ്രകൃതിയുടെ ഈ ഗ്രാമത്തിന്റെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഒരു 3-4 ഗ്രാമങ്ങളുടെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ് ഈ കാരിസാത്താൻ ക്ഷേത്രം. കാരിസാത്താൻ ക്ഷേത്രത്തിന്റെ ചുറ്റുമാണ്
ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു മലമുകളിൻ്റെ മുകളിൽ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഒറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇത് സാധാരണ ഒരു മലമുകളല്ല, ഭയങ്കര പൊക്കമേറിയ ഹൈറ്റ് ഏറിയ ഒരു മലമുകളാണ്. അവിടുത്തെ ഏക ക്ഷേത്രമാണ്. മലമുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ചുറ്റുമുള്ള ഗ്രാമങ്ങൾ, ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളുടെ എല്ലാം കാത്തു സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ക്ഷേത്രത്തെക്കുറിച്ച്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ്. അതുപോലെ തന്നെ ഉപദൈവങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ആരാധനയും പൂജകളും കൂടുതലും നടക്കുന്നത് തൃക്കാർത്തിക സമയത്ത് മാത്രമാണ്. ആ സമയത്താണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പൂജകളും അതുപോലെ തന്നെ ഉത്സവങ്ങളും ഒക്കെ നടത്തുന്നത്. പൊങ്കൽ എന്നാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ നടത്തുന്നത് തൃക്കാർത്തിക സമയത്താണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമാണ് യാഗങ്ങളൊക്കെ നടത്തുന്ന സ്ഥലം. തൃക്കാർത്തിക സമയത്തും പൊങ്കൽ സമയത്തും അതുപോലെ തന്നെ സമയത്തും ഇവിടെ യാഗങ്ങളൊക്കെ നടത്തുന്നു. അതാണ് 2 യാഗത്തിൻ്റെ കല്ലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം അതാണ് ഇവിടെ നടത്തിപ്പോകുന്ന ആരാധനാ സമയങ്ങളെന്ന് പറയുന്നത്. യാഗത്തിൻ്റെ തറയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഞാൻ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തും വളരെയധികം എഫേർട്ട് എടുത്തുമാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്. ആ വീഡിയോകളിലെല്ലാം എൻ്റെ എഫേർട്ടും എൻ്റെ പരിശ്രമങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. அன்பிற்கு எல்லையோ முருகா, உந்தன் அருளுக்கு எல்லைதான் இல்லையே முருகா. அன்பிற்கு எல்லையோ முருகா, உந்தன் அருளுக்கு எல்லைதான் இல்லையே. ഭയങ്കര കാറ്റായി തുടങ്ങി ഗൈസ്. അതുപോലെ തന്നെ രാത്രിയാകുന്നു, സൂര്യനെല്ലാം അസ്തമിച്ചു. അപ്പോൾ എനിക്കിനിയും ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ എൻ്റെ എല്ലാ വീഡിയോകളും, ഓരോ എടുക്കുന്ന വീഡിയോകളും നിങ്ങൾ കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. മല ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകൾ. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ. அன்பிற்கு எல்லையோ